നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. കിടക്കക്ഷാമത്തെ തുടർന്ന് അയർലൻഡിലെ ആശുപത്രികളിൽ ട്രോളികളിൽ ചികിത്സ തേടിയത് 1 ലക്ഷത്തിലധികം പേർ. ടോൾ നിരക്കിൽ മാറ്റം. അയർലൻഡിലെ മോട്ടോർവേകളിൽ ഇന്നു മുതൽ പുതിയ ടോൾ നിരക്ക്. പബ്ബ് കത്തി നശിച്ചു. കൌണ്ടി മീത്തിൽ 1 നൂറ്റാണ്ട് പഴക്കമുള്ള പബ്ബിന് തീപിടിച്ചു. മൊയ്നാൽവിയിലെ ഫാഗൻ ഷീൽഡ് പബ്ബാണ് കത്തി നശിച്ചത്. തണുത്തു വിറച്ച് പുതുവത്സര ദിനം. അയർലൻഡിൽ പുതുവത്സര ദിനത്തിൽ ശക്തമായ തണുപ്പ്. അടുത്ത ദിവസങ്ങളിലും കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടാമെന്ന് മുന്നറിയിപ്പ്. ലഹരിവേട്ട. കൌണ്ടി ലിമറിക്കിൽ വൻ ലഹരിവേട്ട. 5.5 ലക്ഷം യൂറോ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിടികൂടി. ഡബ്ലിൻ തുറമുഖത്ത് 6 ലക്ഷം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരം പിടിച്ചെടുത്ത് റവന്യൂ വിഭാഗം. ഡുല്ലമോറിലെ മിഡ്ലാൻഡ് റീജിയണൽ ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കൌണ്ടി ലൌത്തിലെ റോഡിൽ ആന്റി സെമറ്റിക് ഗ്രാഫിറ്റി വരച്ച സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ലൌത്ത് കൌണ്ടി കൌൺസിൽ. പോയ വർഷം അയർലൻഡിൽ സെക്കൻഡ് ഹാൻഡ് വീടുകളുടെ ശരാശരി വില 6.8% വർദ്ധിച്ചു. അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. റോഡ് സുരക്ഷ ശക്തമാക്കുമെന്ന് റോഡ് സുരക്ഷാ സഹമന്ത്രിയും ടിഡിയുമായ സീൻ കാന്നി. വൻ സ്ഫോടനം. പുതുവത്സരാഘോഷത്തിനിടെ സ്വിറ്റ്സർലാൻഡിലെ ബാറിൽ വൻ സ്ഫോടനം. ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് സൊഹ്റാൻ മന്ദാനി. ന്യൂയോർക്ക് നഗരത്തിന്റെ പുതിയ മേയറായി സൊഹ്റാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്തു. മാൻഹട്ടനിലെ ഡീകമ്മീഷൻ ചെയ്ത സബ്വേയിലായിരുന്നു ചടങ്ങ്. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ലോക്പാലിനായി ആഡംബര കാറുകൾ വാങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ചു. പുതുവർഷത്തിൽ ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കാൻ റെയിൽവേ. ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ആദ്യ റീച്ച് പരീക്ഷണ ഓട്ടവും ഈ വർഷം നടക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റിയത് കൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്ന് ജി സുകുമാരൻ നായർ. ആരോഗ്യമാനന്ദം. ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആരോഗ്യമാനന്ദം ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അടിയന്തര ഹൃദയ ശസ്ത്രക്രിയ. ഹൃദയ സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം റോബർട്ടോ കാർലോസിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പ്രഖ്യാപനമുടൻ. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. 3 ദിനം കൂടി മഴ. കേരളത്തിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊടും തണുപ്പ്. കൊടും തണുപ്പിന്റെ പശ്ചാത്തലത്തിൽ അയർലൻഡിലെ കൌണ്ടികളിൽ യെല്ലോ ഓറഞ്ച് വാർണിംഗുകൾ. 10-ലധികം കൌണ്ടികളിലാണ് മുന്നറിയിപ്പുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.